ഇപ്പോൾ VHP നേതാവ് വിജയ് തമ്പി ചേരുകയാണ്. വിജയ് തമ്പി, ഞങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പമ്പയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അയ്യപ്പ സംഗമത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിന്റെ ദൃശ്യങ്ങളാണ്. VN വാസവനെയൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വളരെ രസകരമെന്ന് പറയട്ടെ, ഇതിൽ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സംഘടനകളെയോ അതിന്റെ പ്രതിനിധികളെയോ ഒന്നും തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. വിജയ് തമ്പി, സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് വെറുമൊരു പ്രഹസനമാണ്. ഈ മന്ത്രി വാസവൻ എന്തുദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം വിളിച്ചു കൂടുന്നത്? അദ്ദേഹത്തിന് ഇതിലുള്ള എന്ത് അധികാരമുണ്ട്, എന്ത് അവകാശമുണ്ട്? ഈ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെ വെറും ഒരു ആലങ്കാരിക പദവിയാണ്. അവിടെ ഇരുന്നുകൊണ്ട് മാത്രമല്ല, ശബരിമലയുടെ പ്രവേശന കവാടമാണ് പമ്പ. ആ പമ്പ നദി എന്ന് പറയുന്നതും പമ്പയുടെ തീരം എന്ന് പറയുന്നതും പുണ്യപവിത്രമായ പമ്പ എന്നാ പറയുന്നത്. ആ പമ്പ നദിയുടെ തീരത്തെത്തണമെങ്കിൽ തന്നെ അതിന് വ്രതാനുഷ്ഠാനങ്ങൾ വേണം. ഈ വാസവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ വ്രതാനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ അവിടെ എത്തിയിരിക്കുന്നത്? മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ആരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കേണ്ടത്? യഥാർത്ഥ ഭക്തരല്ലേ പങ്കെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ചിട്ട് വേണ്ടേ ഇങ്ങനൊരു സംഭവം നടത്താൻ? അപ്പൊ ഇത് ഒരു വളരെയധികം ദുഷ്ടലാക്കോട് ചെയ്യുന്ന ഒരു തരികിട പരിപാടിയാണ്. ഇത് പാവപ്പെട്ട കേരളത്തിന് പുറത്തുള്ള പണച്ചാക്കുകളായ വ്യക്തികളെ അവരെ ഇവിടെ എഴുന്നള്ളിച്ചിട്ട് അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റി ശബരിമലയുടെ പേരും പറഞ്ഞ് വീണ്ടും പൈസ തട്ടിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പം ശബരിമലയിൽ നടത്തുന്ന തട്ടിപ്പൊന്നും പോരാത്തതുകൊണ്ടാണ് പുതിയ തട്ടിപ്പ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ എന്ത് അടിസ്ഥാന സൗകര്യമാണ് അയ്യപ്പന്മാർക്ക് വേണ്ടി ഒരുക്കുന്നത്? ഒന്നും ചെയ്തില്ല. കോടിക്കണക്കിന് രൂപയ്ക്ക് അവിടുത്തെ അവിടുത്തെ സ്റ്റാളുകളും എല്ലാം ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തിട്ട് ആ പൈസ അടിച്ചു മാറ്റി അതിന്റെ പേരിൽ നടത്തുന്നതല്ലാതെ ഇവന്മാർ എന്ത് പുല്ലാണ് ഇവന്മാര് ഈ ഇവിടുത്തെ ദേവസ്വം ബോർഡും ഇവിടുത്തെ ഈ മന്ത്രിസഭയും ചെയ്യുന്നത്? എന്നിട്ടിപ്പോ പൈസ അടിച്ചു മാറ്റാനുള്ള ആസൂത്രിതമായ നീക്കം. ഞാൻ ചോദിക്കട്ടെ, ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏത് വ്യക്തികളെയും ഹൈന്ദവ സംഘടനകളും അയ്യപ്പ ഭക്തന്മാരും ഉപരോധിക്കണം. അവരെ അയ്യപ്പ ഭക്തരല്ലെന്നും അവരെ നമ്മൾ നിഷ്കാസനം ചെയ്യണം. അവരൊരിക്കലും അവരെ അംഗീകരിക്കരുത്, ആര് പങ്കെടുത്താലും. ഇപ്പം ഇവിടെ ഞാൻ നോക്കുമ്പോൾ രാഷ്ട്രീയക്കാരാണ് അവിടെ നിരന്ന് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ TV കണ്ടായിരുന്നു, രാഷ്ട്രീയക്കാർ നിരന്ന് ഇതൊരു CPM സമ്മേളനമാണ്, ഇതൊരു അയ്യപ്പ സംഗമമല്ല. തത്വമസി എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കില്. പക്ഷെ കാണിക്കുന്ന മൊത്തം വൃത്തികേടുകളാണ്. ഈ വാസവനെ പോലെ ഒരാൾ അയാൾക്ക് വേണമെങ്കിൽ കള്ള് ഷാപ്പുകാരുടെ ഒരു മീറ്റിംഗ് വേണമെങ്കിൽ വിളിക്കാം, അതിനുള്ള യോഗ്യതയും അവകാശവും അദ്ദേഹത്തിനുണ്ട്. അയ്യപ്പ സംഗമം വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും യാതൊരു അവകാശവും അദ്ദേഹത്തിനില്ല. കാരണം കഴിഞ്ഞ നമ്മുടെ ശബരിമലയിലെ ഏറ്റവും പുണ്യ പരിപാവനമായ മകരവിളക്കിൻ്റെ അന്ന് അദ്ദേഹം ആ പരിപാവനമായ ശ്രീകോവിലിന് മുമ്പ് നിന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഓരോ അയ്യപ്പ ഭക്തനും കണ്ടതാണ്. കൈയും കെട്ടി നിന്ന് ഗുസ്തി മത്സരം കാണാൻ പോകുന്ന പോലെ, ഫുട്ബോൾ കാണാൻ പോലെ നിന്നത്. ഇങ്ങനൊരു ആൾക്ക് എന്ത് അവകാശമാണ് ഇങ്ങനെ ഒരു സംഭവം വിളിക്കാൻ? പക്ഷെ ഇതില് പ്രധാനമായിട്ട് ഈ വിളക്ക് കത്തിക്കേണ്ടിയിരുന്നത് 3 വ്യക്തികളായിരുന്നു. ആ 3 വ്യക്തികളെ വിളക്ക് കത്തിക്കാൻ ഞാൻ കണ്ടില്ല. ഒന്ന് ബിന്ദു അമ്മണിയും, ഒന്ന് രഹന ഫാത്തിമയും, ഒന്ന് ആ പാവപ്പെട്ട ചന്ദ്രൻപിള്ള എന്ന് പറയുന്ന അയ്യപ്പ ഭക്തനെ പന്തളത്ത് വെച്ച് എറിഞ്ഞു വന്ന CPM കാരനും. വിജയ് തമ്പി, ഈ ബിന്ദു അമ്മണി പറയുന്നത് അയ്യപ്പ ഭക്ത സംഗമത്തിൽ എത്തുമെന്നാണ്, സമ്മേളനത്തിന് എത്തുമെന്ന് ബിന്ദു അമ്മണി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതെ, അവരെ കൊണ്ട് വേണമായിരുന്നു ഉദ്ഘാടനം ചെയ്യിക്കാൻ. അവരാണ് ഉദ്ഘാടനം ചെയ്യാൻ അർഹതയുള്ളവർ. ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ബിന്ദു അമ്മണി തന്നെ വേണം. അതുപോലെ അധ്യക്ഷ പദവി അതിൽ അലങ്കരിക്കാൻ രഹന ഫാത്തിമ തന്നെ വേണം. അല്ലാതെ അയ്യപ്പ സംഗമം പൂർത്തിയാവില്ല. ഇത് പൂർണ്ണമാവണമെങ്കിൽ അവർ തന്നെ വേണം. അല്ലാതെ ഇത് പറഞ്ഞ ഈ തരികിട പരിപാടിക്ക് ഏതെങ്കിലും ഒരു യഥാർത്ഥ അയ്യപ്പ ഭക്തനോടെ പോവോ? ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ ആൾക്കാരോടെ പോവോ? ഇപ്പൊ ഏതോ ഒരു മറ്റേ അയ്യപ്പ സംഘത്തിന്റെ അവര് തന്നെ പൊട്ടിപ്പിരിച്ച് പല പീസാക്കി മാറ്റിയ അയ്യപ്പ സംഘത്തിന്റെ ഏതോ ഒരു കക്ഷികളെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അയ്യപ്പ സംഘത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് യാതൊരു കാര്യമില്ല. അയ്യപ്പ സംഘം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അതൊക്കെ പോയി. അയ്യപ്പ സേവാ സംഘമൊക്കെ ഇവന്മാരെ നശിപ്പിച്ച് കൈ കൊടുത്തു. അവരാണ് ഏറ്റവും കൂടുതൽ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. അവനെ പല പീസാക്കി മാറ്റി. അതിന്റെ ഒരു പീസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു സമ്മർദ്ദം കൊണ്ട് വന്നതായിരിക്കാം. NSSന്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് അദ്ദേഹം, ശ്രീ സംഗീത് കുമാർ. അദ്ദേഹത്തെ മാത്രമാണ് ഞാൻ അവിടെ കണ്ടത്. അദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ ഏതോ ഒരു ഘടകത്തിന്റെ പ്രസിഡന്റാണ്. അപ്പൊ അദ്ദേഹത്തോടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സമ്മർദ്ദം ചെലുത്തിയായിരിക്കും അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. അല്ലാതെ ഒരു അയ്യപ്പ ഭക്തനും ഒരു മറ്റ് സംഘടനകളുടെയും ഒരാളും അവിടെ കണ്ടില്ല. ഒരു മുൻ മേശാന്തിമാരോ അല്ലെ
തന്ത്രി കുടുംബത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പന്തളം കൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ ആരും അവിടെ കണ്ടില്ല. പിന്നെ എന്ത് അയ്യപ്പ സംഗമമാണ് നടത്തുന്നത്? ഇത് പക്കാ CPM സംഘമാണ്. ഇത് പമ്പാ നദീതീരത്ത് ഇത്തരം സംഗമം നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വാഭിമാനായ ഹിന്ദുക്കളും അയ്യപ്പ ഭക്തരും അതിനെ ചെറുക്കണം, അവിടെ പോയി അതിനെ ഉപരോധിക്കണം. അതാണ് ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീ വിജി തമ്പി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിനായി.